കമ്പന്തേനി റൂട്ടാണിത്. ഞങ്ങളിവിടെ മുന്തിരിപ്പാടം കാണാൻ പോവുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 365 ദിവസം ഇവിടെ മുന്തിരി കാണാൻ പറ്റും. ഇത് കണ്ടോ, പോകുന്ന വഴിയിലെ കാഴ്ചയായിട്ടാണ്. ഭയങ്കര ഭംഗിയാണ്. വൈകുന്നേരത്തെ കാഴ്ചയാണ്. നമ്മൾ MSR ഗ്രേപ്സ് എന്നുള്ള സ്ഥലത്താണ് കാണാൻ പോയത്. ഇവിടെ ഒരുപാട് തോട്ടമുണ്ട് കേട്ടോ. പക്ഷേ 2 തോട്ടങ്ങളിൽ മാത്രമേ പ്രവേശനമുള്ളൂ. ഇത് സൗജന്യമായിട്ട് നമുക്ക് കയറാം. ഒരു പൈസയും ഫീസും ഒന്നും അവർ ഈടാക്കുന്നില്ല. ഇതവരെ ജ്യൂസ് കോർണറാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ജ്യൂസും കുടിക്കാം. നമുക്ക് ഏതാണ്ട് ഒരു പ്ലോട്ട് മൊത്തം നമുക്ക് നടന്നു കാണാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഭംഗിയുണ്ട് ഇത് കാണാൻ. കുട്ടികളൊക്കെ എല്ലാവരും സൂക്ഷിക്കുക. മുന്തിരി പറിച്ച് നമുക്ക് 500 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. ഇവിടുന്ന് പറിക്കാനൊന്നും പാടില്ല. ജസ്റ്റ് തൊടാൻ, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അത്ര മാത്രം. നമ്മുടെ പുറകെ ഒരാളിങ്ങനെ നടക്കുന്നുണ്ടോ, പറിക്കുന്നുണ്ടോ നോക്കിയിട്ട്. നമ്മളൊരു 5:30 കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമാണ്. ഈ ഒരു ഏരിയയുടെ അപ്പുറത്തെ പ്ലോട്ടുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് പാകായ മുന്തിരിയുണ്ട്. പക്ഷേ ഇത് ഏതാണ്ട് കഴിഞ്ഞാൽ മാത്രമേ അത് തുറന്നു കൊടുക്കുള്ളൂ. അത് കാരണമാണ് ഇവിടെ 365 ദിവസം മുന്തിരി ഉണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോരോ പ്ലോട്ടിലും അവരിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. അതുവരെ നമുക്കിവിടെ നന്നായിട്ട് കെട്ടുള്ളിൽ കാണാൻ പറ്റും. എത്ര ടൈമാണെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇത് ഒരു ചേച്ചി കൊടുത്ത മുന്തിരിയാണ്. അവർ പുറത്തെ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരുമ്പോൾ കൊടുത്താൽ. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുന്തിരിയുടെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. ഭയങ്കര ജ്യൂസി അല്ല, സീഡൊന്നുമില്ല. സീഡ്ലെസ് ആയിട്ടുള്ള ഒരു തരം പ്രത്യേക മുന്തിരി. വേറൊരു ഭയങ്കര പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഭയങ്കര മധുരമാണ്. അടുത്ത സ്റ്റേജ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 3 മാസം ആകുമ്പോഴേക്ക് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആവുമല്ലോ. അതുവരെ നല്ല റെഡ് ആകുന്നവരെ അവർ ക്ലോസ് ചെയ്ത് വയ്ക്കും. ഇത് ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചയാണ്. തൊട്ടടുത്തൊരു ബേഡ്സ് ഫാം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തതാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ഇവിടെ നമ്മുടെ കയ്യിലൊക്കെ ബേഡിനെ വെച്ച് വരും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു സ്പേസാണ്. കമ്മലൊക്കെ ഇത് ഭയങ്കരമായിട്ട് വന്നിട്ട് കടിക്കും. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ചിലപ്പോൾ അവർ ദേഷ്യം വന്നാൽ നമ്മളൊന്ന് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെയും കൂടി സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം കിട്ടും. നമ്മളൊരു 5-6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങിയായിരുന്നു. ഇതാണ് ഇവരുടെ പുറത്തെ ഔട്ട്ലെറ്റ്. നമുക്ക് ഇവിടുന്ന് മുന്തിരി വാങ്ങാം. ഏതാണ്ട് 100 രൂപയ്ക്ക് തന്നെ ഒരുപാട് കിട്ടി. 2-2.5 കിലോളം മുന്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു 100 രൂപയ്ക്ക്. അവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഫാമിൽ നിന്ന്. തൊട്ട് പുറകിലായിട്ടാണ് അവർക്ക് ഫാം. മുന്തിരി കൂടാതെ അതിൻ്റെ ജ്യൂസ്, വൈന്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. മുന്തിരി ഡ്രൈ ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അവരവിടെ നിന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. ഫാമിൽ നിന്ന് നേരെ പറിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ കൊണ്ട് ഇറക്കുകയാണ്. ഓരോ സെക്ഷൻ കഴിയുന്നതിന് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കും.